എടപ്പാളിലെ ലോട്ടറി ഏജൻസിയിൽ നിന്ന് സമ്മാനാർഹമായ ടിക്കറ്റുകൾ മോഷ്ടിച്ചു കടന്നുകളഞ്ഞ തമിഴ്നാട് സ്വദേശിയെ പോലീസ് കോയമ്പത്തൂരിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. തമിഴ്നാട്ടിലെ മധുര സ്വദേശിയായ ഗണേശാണ് കോയമ്പത്തൂരിലെ പീളമേടിൽ നിന്ന് ചങ്ങരംകുളം പോലീസിന്റെയും തിരൂർ ഡാൻസ് ഓഫ് ടീമിന്റെയും സംയുക്ത പരിശോധനയിൽ വലയിലായത്. കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. എടപ്പാളിൽ പ്രവർത്തിക്കുന്ന അമ്മ ലോട്ടറി ഏജൻസിയിലെ ജീവനക്കാരനായിരുന്നു പ്രതിയായ ഗണേശ്. ഏജൻസി ഉടമയെ കബളിപ്പിച്ച് ഏകദേശം 1.5 ലക്ഷത്തോളം രൂപ സമ്മാനത്തുക ലഭിച്ച വിവിധ ലോട്ടറി ടിക്കറ്റുകളുമായാണ് ഇയാൾ ഇവിടെ നിന്നും മുങ്ങിയത്. പത്രപരസ്യം കണ്ട് ജോലിക്ക് ചേരാനെത്തിയപ്പോൾ ഇയാൾ കടയിൽ നൽകിയിരുന്ന മധുരയിലെ തിരിച്ചറിയൽ രേഖയിലെ വിലാസം വ്യാജമാണെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. കഴിഞ്ഞ 6 മാസമായി തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ വിവിധ ലോട്ടറി കടകളിൽ ഇയാൾ മാറി മാറി ജോലി ചെയ്തു വരികയായിരുന്നു. മോഷണം നടത്തിയതിനു ശേഷം തൃശൂരിനും കോട്ടയത്തിനുമിടയിലുള്ള 20ഓളം ലോട്ടറി ഏജൻസികളിൽ കയറി ഈ ടിക്കറ്റുകൾ മാറി ഇയാൾ പണം കൈക്കലാക്കുകയായിരുന്നു. ഈ തുക ഉപയോഗിച്ച് തന്റെ സുഹൃത്തുക്കൾക്കൊപ്പം കോട്ടയം, മൂന്നാർ, ചെന്നൈ, ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ ആഡംബര ഉല്ലാസയാത്ര നടത്തുകയും ചെയ്തു. ഇതിനിടെ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയതോടെ താൻ പിടിക്കപ്പെടാതിരിക്കാൻ മൊബൈൽ ഫോൺ ഉപേക്ഷിച്ച പ്രതി കോവൈ, കാഞ്ചീപുരം, ഗാന്ധിനഗർ എന്നിവിടങ്ങളിൽ മാറി മാറി ഒളിവിൽ കഴിയുകയായിരുന്നു. ഒടുവിൽ കോവൈ പീളമേട്ടിൽ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ചെയ്തു വരുന്നതിനിടെയാണ് സൈബർ സെല്ലിന്റെ സഹായത്തോടെയുള്ള ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം ഇയാളെ വളഞ്ഞു പിടികൂടിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു.